Hello everyone, welcome back to my channel. This is Venma. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഉണക്കമീൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഉണക്കമീൻ ചമ്മന്തി, അതായത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. നല്ല സൂപ്പറാണ്, എനിക്കിഷ്ടമാണ്. നല്ല ചൂട് കഞ്ഞിയും ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഉണക്കമീൻ ചമ്മന്തിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. നമുക്കൊരു നല്ല തൃപ്തി തരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഇത് കേട്ടോ. ഉണക്കമീൻ അല്ലെങ്കിലും എനിക്കിഷ്ടമാണ് ഏത് രീതിയിൽ വെച്ചാൽ. അപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഉണക്കമീൻ പൊടി ചമ്മന്തി രീതിയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഉണക്കമീൻ കഴിക്കാത്ത ആൾക്കാർ കൂടെ കഴിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് അഭിപ്രായം പറയുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതാ ഞാൻ ഉണക്കമീൻ എടുത്തിട്ടുണ്ട്, സ്രാവ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിരുന്നതാണ്. ഇപ്പം ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ഭയങ്കര ഉപ്പാണ്. അപ്പോൾ രാവിലെ തൊട്ടേ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഉപ്പെല്ലാം കളഞ്ഞിട്ട് വിനാഗിരിയിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഈ മീൻ നന്നായിട്ട് ഞെക്കി അതിനകത്ത് വെള്ളവും കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് എടുത്താൽ മതി, കാരണം പിന്നെ ഈ എണ്ണ യൂസ് ചെയ്യുന്നില്ലല്ലോ. ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്, എന്നാൽ നല്ലതായിട്ട് മൂത്തെടുക്കണം. അപ്പം ഞാൻ ഈ വലിപ്പമുള്ളൊരു തേങ്ങാ മുറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ ഹാഫ് പോർഷനാണേ. ഇത് ഞാനൊന്ന് ചിരണ്ടി എടുത്തുകൊണ്ട് വരാം. ഇത് ഇവിടെ കിടന്ന് മൂക്കുന്ന സമയത്ത് ഒരു തേങ്ങ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പം ഹാഫ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. മീൻ ഫുള്ള് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 5-6 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചിട്ട് കൊടുക്കണം കേട്ടോ. വെള്ളത്തോടു കൂടി ഇടരുത്. ചുവന്നുള്ളി ഇപ്പം ഗൾഫിലോ മറ്റൊക്കെ പോകാനായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടാനാണ് ചുവന്നുള്ളി ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലം ഇരിക്കാനായിട്ട് ചുവന്നുള്ളി ചേർക്കുന്ന അത്ര നല്ലതല്ല. കുറേ മാസങ്ങളോളം ഈ ചമ്മന്തി പൊടിച്ച് ഇങ്ങനെ മീൻ ചതച്ച് ഇരിക്കുന്നതാണ്. അപ്പം ഈ ചുവന്നുള്ളി ചേർക്കണ്ട. അങ്ങനെ ഇരിക്കാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാനായിട്ടാണ്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് റെഡ് കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മെല്ലിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് എടുക്കുവാണ്. ചുവന്നുള്ളി വറുത്ത് കോരിയിട്ട് ഞാൻ പിന്നെ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാനൊരു 2 കൈപ്പിടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തണം കേട്ടോ. കൂടുതൽ എരിവ് വേണ്ടവർ കൂടുതൽ ചേർക്കാം, ഇത്ര എരിവ് വേണ്ടാത്തവർ കുറച്ച് ചേർക്കാം. ഇത് കരിഞ്ഞു പോകരുത്, പെട്ടെന്നായി കിട്ടും. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം. നെക്സ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ മുമ്പേ ഞാൻ കാണിച്ചില്ലായിരുന്നു ഒരു അരമുറി തേങ്ങ. ആ തേങ്ങ ചിരകി എടുത്താണ്. ഇത് ഒരുപാട് അങ്ങ് മൂക്കണ്ട, ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞാൽ മതി. വെള്ളമൊക്കെ തോർന്ന് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഒരുപാട് അങ്ങ് റെഡ് കളറിലേക്ക് പോകണ്ട കേട്ടോ. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ പാനിൽ നിന്ന് ഈ തേങ്ങ മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇരുന്ന് പാനിൻ്റെ ചൂടുകൊണ്ട് കരിഞ്ഞു പോകും. നമുക്കിനി മുളക് ആദ്യം പൊടിച്ചെടുക്കാവേ. ഉള്ളി മുളക് പൊടിച്ച് കഴിഞ്ഞിട്ടാൽ മതി കേട്ടോ. രണ്ടും കൂടെ ഒന്നിച്ചിടണ്ട. മുളക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ മുളക് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. ഉള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവേ. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അതായത് ഈ ഫുള്ളിൽ ഇട്ട് കൊടുക്കേണ്ട. നമ്മുടെ ലെഫ്റ്റിലോട്ടൊരു ബട്ടൺ ഉണ്ടല്ലോ മിക്സിക്ക്, ആ ബട്ടൺ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടും, ഒരുപാട് അരഞ്ഞു പോകണ്ട. എന്നിട്ട് ഈ സ്വിച്ച് അപ്പം അതെന്താ ഈ ഒരു രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ. നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ടിട്ട് ഒരുപാട് അടിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഉണക്കമീൻ ചതച്ച് ഇനി ഞാൻ ഇട്ട് കൊടുക്കുവാണേ.
ഞാൻ നല്ല ചൂട് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കൂട്ടിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എൻ്റെ ചേട്ടനും ചേച്ചിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണിത്. കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. കഞ്ഞിക്കാണ് ഏറ്റവും അടിപൊളി. എനിക്ക് ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടം. മീൻ ചമ്മന്തി അല്ലെങ്കിൽ മീൻ ചതച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ കാണും വരെ ടാറ്റാ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.